അപ്സരയും ഋഷിയും തമ്മിൽ വീണ്ടും ലൈവില് ഒരു ഏറ്റുമുട്ടൽ നടന്നിരിക്കുകയാണ്. കാരണം മറ്റൊന്നുമല്ല, അവിടെ ഗസ്റ്റായി വന്ന സാബുമോൻ കിച്ചൺ ടീമിന്റെ കയ്യിൽ നിന്നും 20 കോയിൻ തിരിച്ചു വാങ്ങിക്കാനായിട്ട് പറഞ്ഞിരിക്കുകയാണ്. കൊടുത്ത ടിപ്പിൽ നിന്ന് 20 പോയിന്റ് തിരിച്ചു വാങ്ങി എനിക്ക് തരണം എന്നുള്ളതായിരുന്നു അവിടെ ആവശ്യപ്പെട്ടത്. അവർ കിച്ചൺ ഡ്യൂട്ടി മര്യാദയ്ക്ക് ചെയ്തില്ല, നേരത്തിന് ഫുഡ് തന്നില്ല എന്നുള്ളതാണ് അവിടുത്തെ കാരണം. അപ്പോൾ അവർക്ക് പനിഷ്മെന്റ് കൊടുക്കണം. പനിഷ്മെന്റ് ആയിട്ട് ഞാൻ അവർക്ക് കൊടുത്ത ടിപ്പിൽ നിന്ന് 20 കോയിൻ തിരിച്ചു കിട്ടണം, 20 പോയിന്റ് എന്നുള്ളതായിരുന്നു. പക്ഷേ അവർ അത് കൊടുക്കാനായിട്ട് തയ്യാറായില്ല. അവർ അവരുടെ ഋഷിയുടെ അടുത്ത് കുറേ തവണ പറഞ്ഞ് കെഞ്ചുന്നുണ്ടായിരുന്നു, ഞങ്ങളത് കഷ്ടപ്പെട്ട് നേടിയതല്ല, ഞങ്ങളതെങ്ങനെ തിരിച്ചു കൊടുക്കും, ഞങ്ങൾ ഉച്ചയ്ക്കാണ് അവിടെ ഡ്യൂട്ടി ഏറ്റെടുത്തത്, അതുകൊണ്ടാണ് ഫുഡ് ഉണ്ടാക്കി എല്ലാവർക്കും എത്തിക്കാനായിട്ട് ഇത്തിരി വൈകിപ്പോയത്, അതും ഗസ്റ്റിനായതുകൊണ്ട് ഏറ്റവും നന്നായി കൊടുക്കണം, കൂടുതൽ കറികൾ വേണം എന്നുള്ളത് കൊണ്ടാണ് കൂടുതൽ സമയമെടുത്തത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ന്യായീകരണങ്ങൾ പറയുന്നുണ്ടായിരുന്നു. പലതവണ ഋഷി അവിടെ വന്നിട്ട് സംസാരിച്ച് നോക്കി, ഇവർ കൊടുക്കാനായിട്ട് തയ്യാറല്ല, ഞങ്ങളത് തരില്ല, ഞങ്ങൾക്ക് ഗസ്റ്റിനോട് ഒന്നുകൂടി സംസാരിക്കണം, ഞങ്ങൾ സംസാരിച്ച് കൺവിൻസ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞപ്പോൾ വീണ്ടും ഋഷി പോയിട്ട് അവിടെ സാബുവിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ സാബു പറഞ്ഞു, എനിക്കിനി ഈ ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് സാബു അവിടെ ഒഴിവാക്കുമായിരുന്നു. അപ്പോൾ ഋഷി വീണ്ടും വന്നിട്ട് ഇവരുടെ അടുത്ത് വന്ന് പറയുന്നുണ്ട് അത് തിരിച്ചു കൊടുക്കണമെന്ന്. പക്ഷെ ഇവർ പറയുന്നത് ഇവർ തിരിച്ചു കൊടുക്കുന്നില്ല, ഞങ്ങളത് തിരിച്ചു തരാനായിട്ട് തയ്യാറല്ല, ഞങ്ങളുടെ ഡ്യൂട്ടി കൃത്യമായിട്ട് ഞങ്ങൾ ചെയ്തോളാം, പക്ഷെ ഞങ്ങൾ ഈ ടിപ്പ് എന്തായാലും തിരിച്ചു തരാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് അവർ പറഞ്ഞത്. ആ സമയത്താണ് ഋഷിക്ക് അവിടെ ദേഷ്യം വന്നത്. ഋഷി പറഞ്ഞത് ചിരിച്ചുകൊണ്ട് കഴുത്തറക്കല്ല അപ്സര എന്നാണ് അപ്സരയുടെ അടുത്ത് പറഞ്ഞത്. സത്യത്തിൽ അപ്സര ഋഷിയുടെ അടുത്ത് അങ്ങനെ ചെയ്തിട്ടില്ല. സത്യത്തിൽ അവർ ടീമായിട്ടാണ് അങ്ങനെ ഒരു തീരുമാനമെടുത്ത് അവിടെ വന്ന് സംസാരിച്ചത്, അല്ലാതെ പ്രത്യേകിച്ച് അപ്സരയായിട്ട് അങ്ങനെ വന്ന് സംസാരിച്ചതല്ല. എന്നിട്ട് നീ കിടന്ന് അഭിനയിക്കേണ്ട കൂടുതൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഋഷി കയറി ചൂടാവായിരുന്നു. തിരിച്ച് അപ്സര ഇത്ര മാത്രമേ ചോദിച്ചുള്ളൂ, ഋഷി ഞാൻ മിണ്ടാതിരിക്കുന്നു എന്ന് വിചാരിച്ച് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വെച്ച് നിർത്തായിരുന്നു. ടീമിന്റെ ഒരു കാര്യമായതുകൊണ്ട് കൂടുതൽ സംസാരിച്ച ഒരു വഴക്കിനോ വഷളത്തരത്തിന് അവസരം കൊടുക്കണ്ട എന്ന് വിചാരിച്ച് അപ്സര അവിടെ നിന്ന് മാറിപ്പോകുന്നുണ്ടായിരുന്നു. പിന്നെയും ഋഷി അവിടെ കിടന്ന് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ആ കോയിൻ തിരിച്ചു കൊടുക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ ഇവർ കൊടുക്കില്ല എന്ന് അവിടെ ഉറപ്പിച്ചു പറഞ്ഞു. അപ്പൊ പവർ ടീമിൽ നിന്ന് നോറ വന്ന് സംസാരിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ ഇല്ലേ, നിങ്ങൾ തിരിച്ചു തന്നാൽ അത് തിരിച്ചു വാങ്ങി കൊടുക്കുക എന്നുള്ളതാണ് അവിടെ ഗസ്റ്റ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ തരാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ കൊടുക്കുന്നില്ല എന്ന്. അവർ അത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഗസ്റ്റിന് ആ തിരിച്ചു ചോദിച്ച ആ ടിപ്പ് അവർ കൊടുക്കാനായിട്ട് താല്പര്യപ്പെട്ടില്ല. ഇതായിരുന്നു അവിടെ നടന്ന സംഭവം. എന്തായാലും ഋഷി അതിന്റെ ഇടയിലൂടെ അപ്സരയുടെ അടുത്ത് പേഴ്സണലി വെച്ച് വഴക്കിടായിരുന്നു. പക്ഷെ അപ്സര ആ സമയത്ത് എന്തായാലും കൺട്രോൾഡ് ആയിട്ട് നിന്നു എന്നാണ് എനിക്ക് തോന്നിയത്.